ഹലോ, JEE 2025 ഡിറ്റർമിനൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് then the value of 22 beta minus 9 alpha is. ഇവിടെ നോക്കിയേ, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്താണ്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനൻറ്റ് ഡി ഈസ് ഈക്വൽ ടു D1 ഈസ് ഈക്വൽ ടു D2 ഈസ് ഈക്വൽ ടു D3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്കിവിടെ D3 കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ബീറ്റ കിട്ടത്തില്ലേ? D3 കണ്ടുപിടിക്കാം അല്ലേ? D3 കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. D3 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 3 1 3 2 ആൽഫ മൈനസ് 3 1 2 4 ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് അടുത്ത് മനസ്സിലായല്ലോ. 3 2 1 അതിങ്ങനെ എഴുതുക. പിന്നെന്താണ് 1 ആൽഫ 2 കോളമാക്കി എഴുതുക. മൂന്നാമത്തെ കോളം നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഈ 3യും മൈനസ് 3യും 4ഉം എഴുതണം. നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈക്വൽ ടു 3 ഇൻറ്റു 4 ആൽഫ പ്ലസ് 6 മൈനസ് 1 ഇൻറ്റു 8 പ്ലസ് 3 പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് ആൽഫ ഈക്വൽ ടു 0. ഇവിടെ എന്ത് വരും? 12 ആൽഫ പ്ലസ് 18 മൈനസ് 11 പ്ലസ് 12 മൈനസ് 3 ആൽഫ ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു 12 ആൽഫ മൈനസ് 3 ആൽഫ 9 ആൽഫ പ്ലസ് 19 ഈക്വൽ ടു 0 ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് 19/9. ആൽഫ കിട്ടി. അടുത്ത നമുക്ക് ബീറ്റ കണ്ടുപിടിക്കണം അല്ലേ? D3 എടുത്തപ്പോൾ നമുക്കിവിടെ ആൽഫ കിട്ടി. അടുത്ത ബീറ്റ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്താ കണ്ടുപിടിക്കണം? ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് D2 എടുക്കാം അല്ലേ? D2 എടുക്കാം. കാരണം ആൽഫ ഓൾറെഡി കിട്ടി. അപ്പോൾ ആൽഫയുടെ ആ ഒരു കോളം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? D2 കണ്ടുപിടിക്കാം. D2 ഈസ് ഈക്വൽ ടു നോക്കിയേ 3 2 1 അതുപോലെ എഴുതുക. 3 2 1. രണ്ടാമത്തെ കോളം മാറ്റി എന്ത് ചെയ്യണം? 3 മൈനസ് 3 4 എടുക്കണം. 3 മൈനസ് 3 4. അടുത്തത് ബീറ്റ മൈനസ് 1 1. ബീറ്റ മൈനസ് 1 1 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 3 പ്ലസ് 4 മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു 8 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു 3 മൈനസ് 9 പ്ലസ് 11 ബീറ്റ ഈസ് ഈക്വൽ ടു 0. 11 beta is equal to 6 and beta is equal to 6/11. ഇപ്പോൾ ബീറ്റയും കിട്ടി, ആൽഫയും കിട്ടി. ഇനി എന്താണ്?
22 beta minus 9 alpha is equal to 22 into minus 19 by 22 ബീറ്റ അല്ലേ, അപ്പം 22 ഇൻറ്റു 6/11 മൈനസ് 9 ഇൻറ്റു മൈനസ് 19/9. ഇതും ക്യാൻസൽ ചെയ്ത് പോകും, മൈനസും പോയി ഇവിടെ പ്ലസ് വരും, 22 ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 2 വരും, ഈക്വൽ ടു 2 ഇൻറ്റു 6 12 പ്ലസ് 19 ഈക്വൽ ടു 31. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ വ്യത്യാസമായിട്ട് വന്നിരിക്കുന്നത് ലാംഡ ആൻഡ് മ്യൂ. ഇത് കണ്ടുപിടിച്ചാൽ മതി, ലാംഡയും മ്യൂവും കണ്ടുപിടിക്കണം അല്ല. നേരത്തെ നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ എന്താണ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണുള്ളത്. അപ്പം നമുക്ക് പറയാം എന്താണ്, ഡി ഈസ് ഈക്വൽ ടു D1 ഈസ് ഈക്വൽ ടു D2 ഈസ് ഈക്വൽ ടു D3 ഈസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് എന്തെടുക്കാം, ഫസ്റ്റ് നമുക്ക് D3 എടുക്കാം. ഫസ്റ്റ് നമുക്ക് D3 എടുക്കാം. D3 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 3 4 ലാംഡ 2 5 5 7 9 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇനി എന്ത് വരും, ഈക്വൽ ടു 2 ഇൻറ്റു 18 മൈനസ് 35 മൈനസ് ലാംഡ ഇൻറ്റു 27 മൈനസ് 28 പ്ലസ് 5 ഇൻറ്റു 15 മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു 18 മൈനസ് 35 എന്ത് വരും, 35 മൈനസ് 10 25 17. അപ്പം മൈനസ് 17 ഇൻറ്റു 2 മൈനസ് 34 പ്ലസ് ലാംഡ പ്ലസ് 35 ഈക്വൽ ടു 0 ആൻഡ് ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ലാംഡ ഈസ് ഈക്വൽ ടു -1. ലാംഡയുടെ വാല്യൂ കിട്ടി -1. അടുത്ത നമുക്ക് മ്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് D2 കണ്ടുപിടിക്കാം. D2 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 2 3 4 5 7 9 3 -1 മ്യൂ ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഈക്വൽ ടു 2 ഇൻറ്റു 7 മ്യൂ പ്ലസ് 9 മൈനസ് 5 ഇൻറ്റു 3 മ്യൂ പ്ലസ് 4 പ്ലസ് 3 ഇൻറ്റു 27 മൈനസ് 28 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഈക്വൽ ടു 14 മ്യൂ പ്ലസ് 18 മൈനസ് 15 മ്യൂ മൈനസ് 20 പ്ലസ് -3 ഈക്വൽ ടു 0. ഇവിടെ എന്ത് വരും, മൈനസ് മ്യൂ പ്ലസ് 18 മൈനസ് 23 ഈക്വൽ ടു 18 മൈനസ് 23 എന്ന് പറയുമ്പോൾ -5 ഈക്വൽ ടു 0. അപ്പോൾ മ്യൂ
മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ മ്യൂ ഈസ് ഈക്വൽ ടു -5. ഓക്കെ അല്ലേ? ലാംഡായും മ്യൂവും കിട്ടി. ഇനി ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ നോക്കിയേ. ലാംഡ സ്ക്വയർ പ്ലസ് മ്യൂ സ്ക്വയർ ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ 1 പ്ലസ് -5ൻ്റെ സ്ക്വയർ 25 ഈക്വൽ ടു 26. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനെന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് അല്ലേ? മെനി സൊല്യൂഷൻസ് ആണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. അപ്പം നമുക്കറിയാം d ഈസ് ഈക്വൽ ടു d1 ഈസ് ഈക്വൽ ടു d2 ഈസ് ഈക്വൽ ടു d3 ഈക്വൽ ടു 0 ആണ്. നമുക്ക് വേണ്ട ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ, അതിൽ നിന്ന് നമുക്ക് അൺനോൺ ആയിട്ടുള്ള അല്ലേ ആൽഫ ബീറ്റ ലാംഡ മ്യൂ ഒക്കെ തന്നാൽ എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.